ഇന്ന് കഴിഞ്ഞ ഈ ഓണം റിലീസുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 6ഓളം ചിത്രങ്ങളാണ് ഓണവുമായി ബന്ധപ്പെട്ട് റിലീസ് ചെയ്തത്. റിലീസിന് പിന്നാലെ ടൊവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണത്തിന്റെ വ്യാജ കോപ്പി പുറത്തിറങ്ങി. അതെ, ട്രെയിനിലിരുന്ന് വ്യാജ കോപ്പി കാണുന്ന യാത്രക്കാരന്റെ വീഡിയോ സംവിധായകൻ തന്നെയാണ്, ജിതിൻ ലാൽ തന്നെയാണ് ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഒരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ ആണിതെന്നും ഇത് തന്റെ ഹൃദയം തകർക്കുന്നതാണെന്നുമായിരുന്നു ജിതിൻ ലാൽ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പറഞ്ഞത്. ഹരികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി കുറച്ചുനാൾ ഒന്ന് വരണ്ടു കിടന്ന തിയേറ്ററുകളെ, മലയാള സിനിമയെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന സിനിമയാണ് ഈ അജയന്റെ രണ്ടാം മോഷണം, ARM. അപ്പോൾ ഇങ്ങനെ വ്യാജ പതിപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിയമ നടപടികൾ തുടങ്ങിയോ? രഞ്ജിത്ത്, അതുതന്നെയാണ് തകർന്നു കിടന്നൊരു മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ ഓണം റിലീസിലാണ് കുറച്ചെങ്കിലും ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത്. അതും ഇപ്പോൾ ഈ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ 22 കോടിയധികം നേടി. അതിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ 15 കോടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ വ്യാജ പതിപ്പ് എന്നത് കഴിഞ്ഞ സിനിമകളിലൊക്കെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വൈറസായി തന്നെ ഇത് പടരുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ വാർത്ത, അതായത് ജിതിൻ ലാൽ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെലഗ്രാം എന്ന ആപ്പ് വഴി ഇത് റിലീസ് ചെയ്ത് 2ാം ദിവസം തന്നെ, അതായത് 12ാം തീയതി ചിത്രം റിലീസാകുന്നു. 13ാം തീയതി തന്നെ ഈ ചിത്രത്തിന്റെ കോപ്പികൾ, വ്യാജ പതിപ്പുകളൊക്കെ തന്നെ ടെലഗ്രാമുകളിൽ ഡയറക്റ്റായി തന്നെ സെൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വളരെ വേദനാജനകമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം വേറൊരു നിയമ നടപടി പ്രത്യേകിച്ച് നിർമ്മാതാവ് ലിസിൻ സ്റ്റീഫനാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് തന്നെ പോകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തടയാൻ പറ്റുന്ന ഒരു സോഴ്സ് ഇതുവരെ നിലവിലില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ധനുഷ് ചിത്രമായ രായൻ ഇതുപോലെ ഒരു പൈറസി കോപ്പി തിരുവനന്തപുരത്ത് തന്നെ എരീസ്പെക്സ് തിയേറ്ററിൽ ഒരാൾ ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്തിരുന്ന ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനെതിരെയും കേസ് വന്നിരുന്നതാണ്. ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. പല സിനിമകളിലൊക്കെ തന്നെ ഇതേ വിധിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുമുണ്ട്. പക്ഷേ ഇതിൽ സംവിധായകൻ പറയുന്നത് ഇതും അതുപോലെ തന്നെയാണ്. ട്രൈപോഡ് ഉപയോഗിച്ച് 2.5 മണിക്കൂർ തിയേറ്ററിനുള്ളിൽ നിന്ന് യാതൊരുവിധ ഷേക്കും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ കയ്യിൽ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും 2.5 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂർ നമ്മൾ ഫോൺ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തായാലും ഷേക്ക് ഉണ്ടാവും. പക്ഷേ ഇത് തിയേറ്ററിനുള്ളിൽ CCTV ക്യാമറകളുടെ അകമ്പടിയോടുകൂടി തന്നെ ഇത്രയും ട്രൈപോഡുകൾ വെച്ചിട്ട് പോലും അതിൽ തിയേറ്റർ അതോറിറ്റീസ് പോലും പലതും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതും അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ കോപ്പി പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. കാരണം സംവിധായകൻ പറഞ്ഞിരുന്നത്, നമുക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സമയത്ത് സബ് ടൈറ്റിൽസ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നുള്ളതാണെങ്കിൽ അറബ് സബ് ടൈറ്റിൽസ് ഉൾപ്പെടെ സ്ക്രീനിൽ കാണിക്കും. ഇന്ത്യയിൽ മാത്രമാണ് അറബ് ഇല്ലാത്ത സബ് ടൈറ്റിൽസ് കാണുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ കോപ്പിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വൈറസ് പോലെ സ്പ്രെഡ് ചെയ്തു. പ്രത്യേകിച്ച് ചിത്രം ഇറങ്ങി 2ാം ദിവസം തന്നെ ടെലഗ്രാമുകളിലെ 5 അക്കൗണ്ടുകൾ, ടെലഗ്രാമിലെ 5 പേജുകളിൽ ഈ ചിത്രം ഡയറക്റ്റായി തന്നെ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇത് മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ വൈറസ് പോലെ ഫോർവേഡ് ആവുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പല നിർമ്മാതാക്കൾ പലപ്പോഴായി ഈ പൈറസി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ തന്നെ സ്റ്റോപ്പ് പൈറസി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ഉറപ്പുമില്ല. പക്ഷേ യൂടോറന്റിലേക്ക്, പ്രത്യേകിച്ച് ഈ ചിത്രം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് യൂടോറന്റിലേക്ക് ഡയറക്റ്റായി അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ടെലഗ്രാമിലേക്ക് പോകുന്നു. ടെലഗ്രാം വഴി ഇത് തിയേറ്റർ കോപ്പികൾ പറക്കുന്നു. ഈ 3D ചിത്രമാണ് ARM. അപ്പോൾ 3Dയിലേക്ക് നോർമലായി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ കൃത്യമായി നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്ലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2D പതിപ്പ്, ചിത്രത്തിന്റെ 2D പതിപ്പ് ഷൂട്ട് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ ഒരാൾ ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ആണ് സംവിധായകൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ചിത്രം തിയേറ്ററിൽ റിലീസ് ആവുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പൈറേറ്റഡ് കോപ്പി റിലീസ് ആവുന്ന സംവിധായകൻ തന്നെ അത്തരത്തിലൊരു ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് അത്രത്തോളം അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമാ വ്യവസായം പോലെ ഒരു വലിയ വ്യവസായത്തെ നമ്മൾ തകർക്കാൻ പാടില്ല. തിയേറ്ററിൽ പോയി തന്നെ സിനിമകൾ കാണണം എന്നുള്ളതാണ്. ശരി ഹരി.